മോഹം ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. പിരിയാൻ കൊതിച്ചതല്ല, പിരിയേണ്ടി വന്നവർ. കൂട്ടുകൂടി കൂട്ടുകാരത്ത് നടന്ന ആ നല്ല നാളുകൾ ഓർമ്മകളാകുന്നു. ഒരിക്കലും കഴിയരുതേ, തീരരുതേ, അവസാനിക്കരുതേ എന്ന് മനസ്സിൽ പറഞ്ഞുപോയ, വീണ്ടും ആഗ്രഹിച്ചുപോയ ആ നല്ല നാളുകൾ. നിറമിഴികളോടെയാണ് അവസാനം കലാലയത്തിന്റെ പടിയിറങ്ങുന്നത്. ഇപ്പോഴും ദേശീയഗാനത്തിന്റെ അവസാനത്തെ ജയഹേ കഴിയുമ്പോൾ ഉള്ളിലൊരു കൂട്ടമണി മുഴങ്ങാറുണ്ട്. ഓർമ്മകളുടെ ബാഗും തൂക്കി മനസ്സ പഴയ നാളുകളിലേക്ക് ഇറങ്ങിയോടാറുണ്ട്. നിഷ്കളങ്കമായ സൗഹൃദങ്ങളുടെ കാലം, വെള്ളപ്പേപ്പറിലെഴുതിയ പ്രണയലേഖനങ്ങളുടെ കാലം, ജൂണിലെയും ഡിസംബറിലെയും ഒക്കെ തണുപ്പിനോട് മല്ലിട്ടുള്ള ആ പുലർച്ചെക്കുളികളിൽ തുടങ്ങുന്ന സ്കൂൾ ഓർമ്മകൾ, വൈകിക്കയറിയ ക്ലാസുകളിൽ ബസ് കിട്ടിയില്ല ടീച്ചറെ എന്നുള്ള സ്ഥിരം പല്ലവി, പിന്നെ തലേന്നു മനഃപൂർവ്വം മറന്ന ഹോംവർക്കുകൾ പകർത്താനുള്ള തിടുക്കം, പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചറുടെ കണ്ണ് വെട്ടിച്ചെഴുതുന്ന അസൈൻമെന്റുകൾ, ക്ലാസ്സിൽ വെച്ചും പരീക്ഷ തലേന്നും മാത്രം തുറക്കാവുന്ന പാഠപുസ്തകങ്ങൾ, ഫ്രീ പീരീഡുകളുടെ കുസൃതികളും കൊച്ചു കൊച്ചു വഴക്കുകളും, പ്രേമിക്കുന്ന പെണ്ണിന്റെ പേരെഴുതിയ ക്ലാസ് റൂം ചുവരുകളും ഡെസ്കുകളും, ചെറിയ ക്ലാസ് മുതലേ പേടി സ്വപ്നമായ ആ കണക്കു പിരീഡ്, എത്രത്തോളം പഠിച്ചാലും ടീച്ചർ ചോദിക്കുമ്പോൾ മറന്നു പോകുന്ന ആ പാഠങ്ങൾ, തിരക്കിട്ടെഴുതിയ ഇമ്പോസിഷനുകൾ, തനിയെ തയ്യാറാക്കിയ ലീവ് ലെറ്ററുകൾ, വലതുകൈപ്പത്തിയിൽ മുത്തമില്ലാറുള്ള ചൂരൽ തുമ്പുകൾ, അധ്യാപകരുടെ ക്ലീശയുള്ള ഞാൻ എന്നും വെറുത്തിരുന്ന ആ ഉപദേശങ്ങൾ, ശനിയാഴ്ചകൾ നിറം പകർന്നുകൊണ്ട് യൂണിഫോം വേണ്ടാത്ത സ്പെഷ്യൽ ക്ലാസുകൾ, കൈയിട്ടുവാരിയും പങ്കുവച്ചും കാലിയാക്കിയ ചോറ്റുപാത്രങ്ങൾ, അയലത്തെ ക്ലാസ്സിന് മുന്നിലുള്ള ആ കറക്കം, ടീച്ചർ വരുന്നതുവരെയുള്ള ബാക്ക് ബെഞ്ചിലെ ഡെസ്ക് കൊണ്ടുള്ള കൊട്ടിപ്പാട്ടും കലാപരിപാടികളും, സർവം ബഹളമായ ലോങ് ഇന്റർവെലുകൾ, പിന്നീട് പാതിമയക്കത്തിലെ ആഫ്റ്റർനൂൺ ക്ലാസുകൾ, ഉറക്കം സുഖകരമാക്കാൻ താരാട്ടുപാട്ടുമായി എത്തുന്ന ബയോളജി ടീച്ചറും ഹിസ്റ്ററി ടീച്ചറും, ടെൻഷനടിച്ച ടെസ്റ്റ് പേപ്പറുകൾ, ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും, കള്ളൊപ്പിട്ട ഉത്തരക്കടലാസുകളും പ്രോഗ്രസ് റിപ്പോർട്ടുകളും. അല്ലേലും വിദ്യാലയ ജീവിതത്തെ കളർഫുള്ളാക്കിയത് ആഴത്തിലുള്ള സൗഹൃദങ്ങൾ തന്നെയാണ്. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവാനും, ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒരുമിച്ച് തോൽക്കാനും, ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ അടുത്തിരുന്ന് ഉത്തരം പറഞ്ഞു തരാനും, പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോൾ കൂടെ കൂടാനും, പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുമ്പോൾ ബിറ്റ് കൈമാറാനും, ആദ്യമായി പ്രേമം തോന്നിയ പെണ്ണിനെ വളക്കാൻ സപ്പോർട്ട് ചെയ്തവൻ, എന്നിട്ട് അവളുടെ കൂട്ടുകാരിയെ വളക്കാനും, ലവ് ലെറ്റർ എഴുതുമ്പോൾ ഡയലോഗ് പറഞ്ഞു തരാനും, നമുക്ക് വേണ്ടി വേറെ ക്ലാസ്സിൽ നിന്ന് പോയി തല്ലുണ്ടാക്കാനും, എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരുപിടി നല്ല ചങ്കായ ചങ്ങായിമാർ. ചിതറി വീഴുന്ന പുസ്തകത്താളുകളിലും ഒളിമങ്ങാതെ കിടക്കുന്ന ഡയറിക്കുറിപ്പുകളിലും ഇപ്പോഴും ജീവന്റെ തുടിപ്പുകളുണ്ടാകും. പിരിയാൻ വിധിക്കപ്പെട്ടവർ മനസ്സില്ലാ മനസ്സോടെ വേർപിരിയുക. ചിലർക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. ചില മുഖങ്ങൾ ഒരു തവണ കരഞ്ഞതുപോലെയാ. എന്നു കാണുമെന്നറിയില്ല, എന്നൊരുമിക്കുമെന്നറിയില്ല. എങ്കിലും സൗഹൃദത്തിനപ്പുറം ചില ആത്മബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകാം ഇതുപോലെ ഒരു സോൾമേറ്റ്, ബെസ്റ്റി എന്നൊക്കെ പറയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ കൂടുതൽ പേര്. അവര് നമ്മുടെ റിയൽ നെയിം ഒരിക്കലും വിളിക്കില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെറികളാവും മിക്കപ്പോഴും നമ്മളുടെ വിളിക്കും. ഒരുപക്ഷെ സ്നേഹം കൂടുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിം വെച്ച് നമ്മെ വിളിക്കും. മറ്റു ഫ്രണ്ട്സിന്റെ ഇടയിൽ മാക്സിമം നമ്മെ വെറുപ്പിക്കും. ബട്ട് ഉള്ളിന്റെ ഉള്ളിൽ ഒടുക്കത്തെ ഇഷ്ടം. മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു പുറമേ ചിരിച്ച് ഉള്ളിലൂടെ നല്ല കിഡു പണി കൊടുത്തിരിക്കും. നമ്മുടെ കൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കൂടെ കൂടുതൽ ഇരിക്കുന്നതോ സംസാരിക്കുന്നതോ കണ്ടാൽ ചങ്ക് പിടഞ്ഞിട്ടാണെങ്കിലും സഹിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഈ കാര്യം പറഞ്ഞ് ചുമ്മാ സെന്റി അടിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മെ കൂടുതൽ കെയർ ചെയ്യുന്നത് കണ്ടാൽ സഹിക്കില്ല. നമ്മൾ ചെറുതായിട്ട് ദേഷ്യപ്പെട്ടാൽ പോലും പെട്ടെന്ന് സങ്കടം വരും. മറ്റു കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മൈൻഡ് ചെയ്തെന്ന് പോലും വരില്ല. പക്ഷെ ഒരു 10 സെക്കൻഡ് കൂടുമ്പോഴും നമ്മുടെ കണ്ണുകൾ അവരെ ഒന്ന് കണ്ണോടി. നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ കൂടെ കരയും. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മെ വീണ്ടും ഹാപ്പിയാകും. സങ്കടം വരുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അവരുടെ മുഖമാകും. ക്ലാസ്സിലെത്തിയാൽ ആദ്യം നമ്മുടെ കണ്ണുകൾ ആദ്യം തിരയുന്നത് അവരെയാകും. നമുക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. തമ്മിൽ വഴക്കിടാത്ത ദിവസങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. പിണങ്ങി നടക്കുമ്പോഴും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഫുഡടിക്കുമ്പോഴും നീ കേൾക്കുന്നില്ല, കഴിച്ചോ എന്ന് ചോദിച്ച് ഒരു കാരണവുമില്ലാതെ വെറുതെ അടിയുണ്ടാക്കും. 1000 തവണയാണെങ്കിലും സോറി പറഞ്ഞ് പുറകെ നടക്കും.
അങ്ങനെ കുറെ ദിവസം തെറ്റി മിണ്ടുമ്പോഴുള്ള ഒരു സന്തോഷം അതിനതിരുണ്ടാവില്ല. ചെറിയ സങ്കടങ്ങൾ പറഞ്ഞ് വെറുതെ കൊഞ്ചി കുറ്റപ്പെടുത്തും. നമ്മുടെ ദേഷ്യവും സങ്കടവും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ അവരാകും. നമുക്ക് വേണ്ടി എത്രത്തോളം താഴ്ന്നു തരാനും ഒരു മടിയും കാണിക്കില്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താഴ്ന്നു തന്നത് നമ്മുടെ മുമ്പിലാകും. ഉമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തത് വരെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. നമ്മുടെ സകല തെണ്ടിത്തരങ്ങളും അവർക്കറിയാം. അവർ ക്ലാസ്സിൽ ഒരു ദിവസം ലീവായാൽ അന്നത്തെ ദിവസം പോയി. അവരുടെ കൂടെ ഒരു സെക്കൻഡ് ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് മറ്റു ഫ്രണ്ട്സിന്റെ കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ പോലും കിട്ടില്ല. ഒരു കാര്യമില്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബർത്ത്ഡേക്ക് കൃത്യം 12 മണിക്ക് തന്നെ വിഷ് ചെയ്യണം. അവർക്ക് വേണ്ടി എത്ര പണം ചെലവഴിച്ചാൽ കണക്ക് വെക്കില്ല. അവർ തമാശക്ക് പോലും എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അതപ്പം നടന്നു എന്ന് ചോദിച്ചാൽ മതി. പറയാതെ തന്നെ നമ്മുടെ മനസ്സ് വായിക്കും. നമ്മുടെ സങ്കടങ്ങൾ എന്താണെന്ന് ഇങ്ങോട്ട് പറയും. ആരൊക്കെ തേച്ചിട്ട് പോയാലും അവസാനം വരെ കൂടെ നിൽക്കാൻ അവരെ ഉണ്ടാകും. അവർ നമ്മുടെ മുമ്പിൽ ഒരു ചെറിയ കുട്ടിയെ പോലെ നിന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിന്നുകൊടുക്കും. എത്ര സമയമാണെങ്കിലും നമുക്ക് വേണ്ടി ചെലവഴിക്കും. നമ്മുടെ ഒട്ടുമിക്ക സ്റ്റാറ്റസുകളും DP-കൾ അവർക്ക് വേണ്ടിയായിരിക്കും. തിരിച്ചും ചുമ്മാ അവരുടെ സ്റ്റാറ്റസും DP-യും ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അവരുമായിട്ടുള്ള ചാറ്റ് വീണ്ടും വായിക്കും. ഒരു രസത്തിന് ഒരുപക്ഷെ അവരുടെ കൂടെ ഈ ലോകം മുഴുവൻ കറങ്ങാൻ മുടിഞ്ഞ ആഗ്രഹമുണ്ടാകും. ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരാൾ നിങ്ങളുടെ ക്ലാസ്സിൽ ആയിരുന്നെങ്കിൽ ഇന്നവരെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, ഒഴിഞ്ഞുപോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുറഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞുപോയ കല്ലെറിഞ്ഞിട്ടതും കിട്ടിയ മാങ്ങകൾ പങ്കിട്ടു തിന്നതും നല്ലോണം വെള്ളത്തിൽ നീന്തി തുടിച്ചതും മുങ്ങാങ്കുഴിയിട്ടു നമ്മളന്ന്, മുങ്ങാങ്കുഴിയിട്ടു നമ്മളന്ന്. രാവിലെ വേലയ്ക്ക് ഒന്നിച്ചു പോയതും പാടപ്പറമ്പും കളിപ്പറമ്പാക്കിയതും പള്ളിക്കൂടത്തിലെ ബെഞ്ചിലിരുന്നതും എങ്ങനെ നമ്മൾ മറക്കും കാലം, എങ്ങനെ നമ്മൾ മറക്കും കാലം. തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാറോ, തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ, തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ, തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ. കാണാനായി പോയതും പഞ്ചാരടിക്കെല്ലാം കാവല് നിന്നതും ഒക്കെ മറന്നല്ലോ നമ്മളിന്ന്, ഒക്കെ മറന്നല്ലോ നമ്മളിന്ന്. എന്തമ്മേ നിന്നുമ്മേ തന്ന പലഹാരം എന്തോരം നമ്മള് പങ്കിട്ടെടുത്തതും എന്നിട്ടും എന്താണോ നമ്മളിന്നിങ്ങനെ കണ്ടാൽ കലഹിച്ചു നിൽക്കണത്, കണ്ടാൽ കലഹിച്ചു നിൽക്കണത്. തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ, തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ, തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ, തെയ്യാറോ തെയ്യാറോ തകർത്തിമിതാരോ തെയ്യാരോ. ഗാന്ധിജി പട്ടേലും നെഹ്റു വന്ന് നമ്മിലേക്കിയ പൈതൃക മൂല്യങ്ങളെ ഭംഗം വരാതെ നാം പോറ്റിയിടണം ഭംഗിയോടെ ഭാരതത്തിൻ മക്കളെ. നമ്മളൊന്നാണെന്നറിഞ്ഞിടൂ ഇന്ത്യ തൻ മക്കളാണെന്നുമേ നമ്മളെല്ലാം, നമ്മളൊന്നാണെന്നറിഞ്ഞിടൂ ഇന്ത്യ തൻ മക്കളാണെന്നുമേ നമ്മളെല്ലാം. ചുടുചോരകൾ ഈ മണ്ണിതിൽ വീഴാതെ നോക്കണം, സ്നേഹമാലെ തമ്മിൽ കരവലയം തീർക്കണം, പകവെടിയണം കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൻ സംസ്കാര
സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൻ സംസ്കാരം കാക്കണം. പൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. പകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം.